ദേഷ്യം മനുഷ്യ സഹജമായ ഒരു സ്വഭാവമാണ്. ഇതര ജീവികളിലും ഈ സ്വഭാവം നമുക്ക് കാണാൻ കഴിയും. ദേഷ്യത്തിൻ്റെ കാര്യത്തിൽ മനുഷ്യരെ നാം വിശകലനം ചെയ്യുമ്പോൾ പല സ്വഭാവക്കാരായിട്ട് അവരെ നമുക്ക് കാണാൻ കഴിയും. ചിലർ വളരെ ശാന്തരായിരിക്കും. അവർക്ക് പെട്ടെന്ന് ദേഷ്യം പിടിക്കുകയില്ല. ദേഷ്യം വന്നാൽ തന്നെ അത് ഒതുക്കാൻ അവർക്ക് കഴിയും, ക്ഷമിക്കാൻ അവർക്ക് കഴിയും. മറ്റു ചിലർ ക്ഷിപ്രകോപികളായിരിക്കും. ഒന്ന് പറഞ്ഞ് രണ്ടാമത്തേന് ദേഷ്യം പിടിക്കുന്നവർ. വേറെ ചിലർ ദേഷ്യം വന്നാൽ അത് ക്ഷമിക്കാൻ കുറച്ച് താമസം പിടിക്കും. ചിലരിൽ നിന്ന് ദേഷ്യം വരുമ്പോൾ നിമിഷ നേരത്തെ ദേഷ്യത്തിന് അരുതായ്മകൾ പലതും ചെയ്തു കൂട്ടും. പിന്നീട് വലിയ ദുഃഖത്തിലേക്കും നഷ്ടത്തിലേക്കും എത്തിക്കുന്ന പല അവിവേകങ്ങളും അവരുടെ ഭാഗത്തുനിന്നുണ്ടാവാറുണ്ട്. എത്രത്തോളം എന്ന് വെച്ചാൽ നിമിഷ നേരത്തെ ദേഷ്യത്തിന് ജീവൻ തന്നെ നഷ്ടപ്പെടുത്തി ആത്മഹത്യയിലേക്ക് നീങ്ങുന്ന സ്ത്രീ പുരുഷന്മാരെയും നാം കാണാറുണ്ട്. അബൂദാവൂദ് റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ ദേഷ്യം വരുമ്പോഴുള്ള പരിഹാരമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നിർദ്ദേശിക്കുന്നുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, ദേഷ്യം എന്ന് പറയുന്നത് ഇന്നൽ ഖലബ മിനശ് ശൈത്താൻ, അത് പിശാചിൽ നിന്ന് ഉടലെടുക്കുന്നതാണ്. വൈന്ന ഷെയ്ത്താൻ ഖുലിക മിനന്നാർ, ഷെയ്ത്താനെ പടക്കപ്പെട്ടിട്ടുള്ളത് അഗ്നിയിൽ നിന്നാണ്, തീയിൽ നിന്നാണ്. വൈന്നമാ തുത്ഫഉ നാറു, തീയിനെ കെടുത്താറുള്ളത് ബിൽമായി, വെള്ളം കൊണ്ടാണല്ലോ. ആയതുകൊണ്ട് ഫഇദാ ഖലിബ അഹദുക്കും ഫല്യതവല്ല, നിങ്ങൾക്കാർക്കെങ്കിലും ദേഷ്യം വന്നാൽ നിങ്ങൾ അംഗശുദ്ധി വരുത്തുക, വുളു എടുക്കുക. അത് ദേഷ്യത്തെ ശമിപ്പിക്കും. ആയിഷ ബീബി റളിയല്ലാഹു അൻഹയെ തൊട്ട് റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാൻ അവർ പറയുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരിക്കൽ ദഖല അലയ്യ, എൻ്റെ അടുത്ത് വന്നു. ആ സമയത്ത് അന ഖൽബ, ഞാൻ ദേഷ്യം പിടിച്ചിരിക്കുകയായിരുന്നു, കോപിഷ്ഠയായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇത് കണ്ടപ്പോൾ ദേഷ്യപ്പെട്ടിരിക്കുകയാണെന്ന് മനസ്സിലാക്കിയപ്പോൾ ഫഅഖദ ബി തർഫിൽ മിഫ്സലി മിൻ അൻഫി, എൻ്റെ മൂക്കൊന്ന് പിടിച്ച് തിരുമ്മിക്കൊണ്ട് സുമ്മക്കാല പറഞ്ഞു, യാ ഉവൈശു, ഓ കുഞ്ഞായിഷ, കൂലി നീ പറയുക, അല്ലാഹുമ്മ ഗഫിർ ലി ദംബി വഅദിബ് ഗൈള ഖൽബി വഅജിർനി മിനശ് ശൈത്താൻ. ദേഷ്യം ക്ഷമിക്കാൻ ഒരു പ്രധാനപ്പെട്ടൊരു ദിക്റാണ്. ഈ ദിക്ർ നാം ചൊല്ലിയാൽ, അതുപോലെ തന്നെ വുളു എടുക്കുകയും ചെയ്താൽ ഒരളവോളം ദേഷ്യം നമുക്ക് ശമിപ്പിക്കാൻ കഴിയും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നിർദ്ദേശിച്ചതാണ്.